ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്കയും മീൻ തലയും അവിയലാണ്. അപ്പോൾ നല്ല ചൂര മീനും മുരിങ്ങയ്ക്കയും ചേർത്ത് നമ്മുടെ നാട്ടിൽ വയ്ക്കുന്ന മീൻ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് മരിച്ചിനിക്കും ചോറിനും മാത്രമല്ല, നമുക്ക് ചക്കയ്ക്ക് എല്ലാത്തിനും പറ്റും. കാപ്പിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ചുള്ള മീനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് മീനിൻ്റെ തലയുടെ എല്ലാ പാർട്സും മുള്ള് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പച്ച മുരിങ്ങയ്ക്ക് നോക്കി 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ, അപ്പോൾ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി അധികം കൂടരുത്, എന്നാൽ കളർ വേറൊരു കളറാകും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം, അല്ലെങ്കിൽ കറിക്ക് നല്ല എരിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, അധികം എരിവില്ലാത്തതും കുറച്ച് കളറുള്ളതുമാണ്. സാധാ മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരക്കരുത്, ഇതുപോലെയാണ്. അതായത് തേങ്ങ തരിതരിപ്പും ഉണ്ട്, നല്ല അരഞ്ഞിട്ടില്ല എന്നാൽ അരയാതിരുന്നിട്ടുമില്ല, ആ ഒരു പരുവത്തിനാക്കി എടുക്കുക. ഇതുപോലെ കറി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഇത് മൊത്തം ആക്കിയിട്ട് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി എടുക്കുക. ഇനി ഇതാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പുളി പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്താണ്, പുളി ഞാൻ പിഴിഞ്ഞ് ചേർത്തു. ഇപ്പോൾ നമ്മൾ അരച്ചൊക്കെയാണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നാര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ എടുത്ത് മാറ്റുക. ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അരയാതൊക്കെ കിടക്കുകയാണെങ്കിൽ അതും കൂടി എടുത്ത് മാറ്റുക. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി നമ്മുടെ ഈ അരപ്പ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ആദ്യം തന്നെ മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൊണ്ടമുളക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, തൊണ്ടമുളക് കയ്യിലുണ്ടെങ്കിൽ അതും 2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത്, ഒരു ടൊമാറ്റോ ഞാൻ ഒരു 6 പീസാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമാങ്ങ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമാങ്ങ ഇല്ലാത്തതാണ് ഞാൻ ടൊമാറ്റോന് ചേർക്കുന്നത്. മുരിങ്ങയ്ക്ക് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇതുപോലുള്ള അവിയലിൽ മുരിങ്ങയ്ക്ക് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ പച്ചയ്ക്ക് എടുത്ത് നിങ്ങൾ ചേർക്കരുത്. ഉലുവ ഒന്ന് ആദ്യം എണ്ണ ഒന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെയുള്ള ഉലുവ വേണം നമ്മുടെ ഈ കറിക്ക് ചേർത്ത് കൊടുക്കാൻ. പച്ചയ്ക്ക് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്, പച്ചയ്ക്ക് ചേർക്കരുത്, കയ്പ്പ് കൂടും കറിക്ക്. അപ്പോൾ അത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള പറഞ്ഞ കാരണം ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകറി ദാണ്ട് നല്ലതുപോലെ തിളച്ച്, അപ്പോൾ അതാണ്ട് മീനും തേങ്ങയൊക്കെ ഒന്ന് മിക്സായി ഇതുപോലെ കിട്ടുന്നുണ്ട്. ഈ സമയത്തിന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീനൊക്കെ നല്ല ഉറപ്പുള്ള മീനായത് കാരണം പൊടിഞ്ഞൊന്നും പോകില്ല, അതുകൊണ്ട് ധൈര്യമായി നല്ലതുപോലെ ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയ്ക്കയുടെ വെള്ളവും തക്കാളി എല്ലാം, അപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതാക്കണം. ഇനി ഞാൻ ഉപ്പുണ്ടാകുന്ന ഈ സമയം നോക്കുന്നുണ്ട്. ഉപ്പ് പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് മീനിലോട്ട് ഇതൊക്കെ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ ഏതാണ്ട് ഇതുപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ മീൻകറി ഏതാണ്ട് തയ്യാറായി, അതുകൊണ്ടാണ് നമുക്ക് എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഈ മുരിങ്ങയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രം പോരാ, എന്തായാലും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത് ഇതുപോലെ മീൻ തലയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. മീനിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും മീൻ തലയും ഒക്കെ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതേ പരുവത്തിന് വേണമെങ്കിൽ ഓഫാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓഫാക്കിയതിന് ശേഷം വറ്റിച്ചെടുത്തു. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ
മീൻ കറി ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ആ ഒരു ചാറ് മാത്രമേ ഉള്ളൂ. കുറച്ച് വറ്റിച്ചെടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതേ കണ്ടല്ലോ, നമ്മുടെ മീൻ തല അവിയൽ ഇതുപോലെയാണ് ആയിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും.